നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുബായിൽ മലയാളി യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ദുബായ് കോടതി ഭർത്താവിന് ശിക്ഷ വിധിച്ചു. ജീവപര്യന്തം തടവും അതിനുശേഷം നാടുകടത്തലുമാണ് കോടതി വിധിച്ച ശിക്ഷ എന്നത്. കൊല്ലം തിരുമുല്ലാവാരം പുന്നത്തല അനുഗ്രഹയിൽ ചന്ദ്രശേഖരൻ നായരുടെ മകൾ സി വിദ്യാചന്ദ്രനെ കൊലപ്പെടുത്തിയ ഭർത്താവ് തിരുവനന്തപുരം നേമം സ്വദേശി യുഗേഷിനെയാണ് ശിക്ഷിച്ചത്. അങ്ങനെ ഇത് സംബന്ധമായി തങ്ങൾക്ക് വിവരം ലഭിച്ചതായി വിദ്യയുടെ സഹോദരൻ വിനയൻ പറയുകയുണ്ടായി. 2019 സെപ്റ്റംബർ 9 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓണം ആഘോഷിക്കാൻ വിദ്യ നാട്ടിലേക്ക് പുറപ്പെടാനിരിക്കെയായിരുന്നു കൊലപാതകം നടത്തിയത്. സംഭവ ദിവസം രാവിലെ അൽഖുസിലെ കമ്പനി ഓഫീസിലെത്തിയ യുഗേഷ് വിദ്യയെ പാർക്കിംഗിലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. മാനേജറുടെ മുൻപിൽ വിദ്യയെ യുഗേഷ് ആലിംഗനം ചെയ്തത് സംബന്ധിച്ചായിരുന്നു തർക്കം. തുടർന്ന് യുഗേഷ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് 3 പ്രാവശ്യം വിദ്യയെ കുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ വിദ്യ മരിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ മണിക്കൂറുകൾക്കകം ജബൽ അലിയിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. മൃതദേഹത്തിനടുത്ത് നിന്ന് കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. 16 വർഷം മുമ്പ് വിവാഹിതരായ ഇരുവരും തമ്മിൽ ആദ്യകാലം മുതലേ സ്വരച്ചേർച്ചയിലായിരുന്നു. യുഗേഷ് വിദ്യയെ പലതും പറഞ്ഞ് പീഡിപ്പിക്കുമായിരുന്നു. മക്കളോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്നില്ല. ഭാര്യയെ സംശയമുണ്ടായിരുന്നതാണ് ഇവരുടെ ദാമ്പത്യം തകരാനും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കാനും കാരണമായി മാറിയത്. കൊലയ്ക്ക് 11 മാസം മുൻപായിരുന്നു വിദ്യ ജോലി ലഭിച്ച് UAE-യിലെത്തിയത്. ഭർത്താവിന്റെ പിന്തുണയില്ലാത്തതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി നാട്ടിലെ ബാങ്കിൽ നിന്നെടുത്ത 10 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനാണ് ദുബായിൽ ജോലിക്ക് ശ്രമിച്ചത്. ഇടയ്ക്ക് 1 മാസത്തെ അവധിക്ക് നാട്ടിൽ പോയിരുന്നു. മക്കളായ ശ്രദ്ധ, വരദ എന്നിവരുടെ സ്കൂൾ സംബന്ധമായ കാര്യങ്ങൾക്കാണ് എത്തിയിരുന്നത്. കൊലയ്ക്ക് 1 മാസം മുൻപാണ് യുഗേഷ് ദുബായിലെത്തിയത്. ഇത് വിദ്യയ്ക്ക് അറിയാമായിരുന്നു. നേരത്തെ 1ലേറെ പ്രാവശ്യം പ്രതി വിദ്യയെ തേടി അവർ ജോലി ചെയ്തിരുന്ന ഓഫീസിലും എത്തിയിരുന്നു. വിദ്യ ജോലി ചെയ്തിരുന്ന കമ്പനി ഉടമയായ തമിഴ്നാട്ടുകാരനായിരുന്നു കേസിലെ 1ാം സാക്ഷി. ഇദ്ദേഹത്തെ കോടതി വിസ്തരിച്ചിരുന്നു. ഫെബ്രുവരി 13 വിചാരണ ആരംഭിച്ചത്. 2 അന്വേഷണ ഉദ്യോഗസ്ഥരെയും വിസ്തരിച്ചു. അതോടൊപ്പം തന്നെ പ്രതി യുഗേഷ് കൂടുതൽ ശിക്ഷയ്ക്ക് അർഹനാണെന്നും അത് പ്രതീക്ഷിച്ചിരുന്നതായും വിദ്യയുടെ സഹോദരൻ വിനയൻ പറയുകയുണ്ടായി. വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. വിധി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്നും അദ്ദേഹം ഒരു പ്രമുഖ ചാനലിനോട് പറയുകയുണ്ടായി. കേരള സ്പോർട്സ് കൗൺസിൽ അത്ലറ്റിക് പരിശീലകനാണ് വിനയൻ. അതോടൊപ്പം തന്നെ വിദ്യയുടെ മൂത്ത മകൾ ശ്രദ്ധയ്ക്ക് +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ചത് വിദ്യയെ ഓർത്തുള്ള വേദനകൾക്കിടയിലും കുടുംബത്തിന് ആശ്വാസമായി മാറി. BCom-നോടൊപ്പം LLB പഠിക്കാനാണ് ഇനി ശ്രദ്ധയുടെ ഉദ്ദേശ്യം. ഇതോടൊപ്പം സിവിൽ സർവീസ് പരിശീലനം നടത്താനാണ് ആഗ്രഹമെന്നും വിനയൻ പറഞ്ഞു. BCom ബിരുദധാരിയായിരുന്ന വിദ്യയും പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഇളയമകൾ വരദ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. രണ്ടുപേരും വിദ്യയുടെ മാതാപിതാക്കളോടൊപ്പമാണ് ഇപ്പോൾ താമസിച്ചു പോരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.